ഷാരോൺ വധക്കേസിന്റെ അകവും പുറവുമൊക്കെ കോടതി ചികഞ്ഞെടുത്ത ശിക്ഷയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ആവർത്തിച്ച് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീഷ്മ എന്ന ഇംഗ്ലീഷ് ബിരുദാനന്തര ബിരുദമുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ഈ ഒരു കൊലയാളിയായി മാറി? അത് ഒരു സംഭവ പരമ്പരയാണ്, ഒരു സംഭവ കഥ തന്നെയാണ്. ഇത്രയും പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി ഒരു കൊലയാളി ആയതെങ്ങനെ? അത് അന്ധവിശ്വാസം ചതിച്ചതാണ് എന്ന് എടുത്ത് ആവർത്തിച്ച് പറയേണ്ടി വരും. അന്ധവിശ്വാസം എന്തായിരുന്നു? ഈ പെൺകുട്ടിയുടെ ജാതകം ഒരു ജ്യോത്സ്യനെ നോക്കാൻ ഏൽപ്പിക്കുന്നു. ജ്യോത്സ്യൻ പറയുന്നു ഈ പെൺകുട്ടിയുടെ ആദ്യ ഭർത്താവ് മരിക്കും. 2021 ഒക്ടോബർ മുതലാണ് ഷാരോൺ എന്ന ചെറുപ്പക്കാരനും BSc വിദ്യാർത്ഥിയും ഈ പെൺകുട്ടിയും ഒരേ ബസ്സിൽ യാത്രക്കാരായ ഈ പെൺകുട്ടിയും തമ്മിൽ പരിചയത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും. 2022 മാർച്ച് 4-ാം തീയതി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. ഒരു സൈനികനുമായി ഗ്രീഷ്മയുടെ വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ തുടങ്ങി 5-6 മാസങ്ങളിൽ മാത്രമാണ് ഈ പ്രണയം കൊടുമ്പിരി കൊണ്ടുനിന്നത്. ഈ മാർച്ച് മാസമായപ്പോൾ ഗ്രീഷ്മ ഷാരോണിനോട് പറയുന്നു, എനിക്ക് വേറെ കല്യാണം നിശ്ചയിച്ചു, പിരിയാം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ അകലം പാലിക്കുകയും ഗ്രീഷ്മ സൈനികനുമായുള്ള വിവാഹ നിശ്ചയം ഉറപ്പിക്കുകയും വിവാഹം കഴിക്കാമെന്ന ധാരണയിലെത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ ജാതകം കൊണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് ബന്ധുക്കൾ പോകുന്നത്. ജാതകവശാൽ ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജ്യോത്സ്യൻ പറയുന്നു. ദാ കിടക്കുന്നു. പെൺകുട്ടി എന്ത് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ആദ്യ ഭർത്താവായി ആരെങ്കിലും വേണം. ഈ സൈനികനെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല, ആദ്യം ആരെങ്കിലും കല്യാണം കഴിക്കണം, അപ്പോൾ അവൻ്റെ തലയിലാകുമല്ലോ ഈ മരണം വന്ന് പതിക്കുന്നത്. അങ്ങനെ ഈ ജാതകം നോക്കലൊക്കെ കഴിഞ്ഞ ശേഷം മെയ് മാസമാകുമ്പോൾ ഗ്രീഷ്മ വീണ്ടും ഷാരോൺ രാജിനോട് പരിചയം പുതുക്കുന്നു, ഷാരോൺ രാജിനോട് അടുക്കുന്നു. അതിനെ തുടർന്ന് സ്വന്തം വീട്ടിൽ വെച്ച് താലി കെട്ടിക്കുന്നു. ഷാരോണിനെ കൊണ്ട് ഗ്രീഷ്മ സ്വന്തം കഴുത്തിൽ താലി കെട്ടാൻ പറയുന്നു. താലി കെട്ടി. അപ്പോൾ ഗ്രീഷ്മ കരുതുന്നത് താലി കെട്ടിക്കഴിഞ്ഞാൽ ഷാരോണിൻ്റെ ഭർത്താവായി മാറിക്കഴിഞ്ഞു. ആദ്യ ഭർത്താവ് ഷാരോണാണ്. മറ്റേത് എൻഗേജ്മെൻറ്റ് മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ. താലി കെട്ടിയത് ഷാരോണാണല്ലോ. അതുകൊണ്ട് മരണം സ്വാഭാവികമായും ഷാരോണിന് തന്നെ വന്നു ചേരും എന്ന് ഗ്രീഷ്മ അന്ധമായി വിശ്വസിക്കുന്നു. തുടർന്ന് ഷാരോൺ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ വെച്ചും കല്യാണം കഴിക്കണമല്ലോ. അങ്ങനെ തിരുവനന്തപുരത്ത് വെട്ടുകാടുള്ള പള്ളിയിൽ വന്നു. വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ വന്ന് അവിടെ വച്ചും ഷാരോൺ ഗ്രീഷ്മയെ താലി കെട്ടുന്നു. അങ്ങനെ താലി കെട്ട് വിവാഹമായി ഉറപ്പിക്കുന്നു. പിന്നീട് ഇവർ വിവാഹത്തിൻ്റെ ഹണിമൂണും മറ്റുമൊക്കെ ഉണ്ടല്ലോ. ഗ്രീഷ്മ തന്നെ മുൻകൈയെടുത്ത് തൃപ്പരപ്പിലെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഇവർ അവിടെ താമസിക്കുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് അവർ ഭാര്യാഭർത്താക്കന്മാരായി എന്ന് ഗ്രീഷ്മ വിശ്വസിക്കുന്നു. അതിനുശേഷം വീണ്ടും ഷാരോണിനെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായി. ആദ്യ ഭർത്താവായി, ഇനിയിപ്പോൾ അവൻ എങ്ങനെയോ പോകട്ടെ, അവനാകുമല്ലോ ചത്തുപോകുന്നത് എന്ന് കരുതി ഇവനെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഗ്രീഷ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഷാരോൺ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാത്ത ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, പട്ടാളക്കാരനടുത്ത് ലീവിന് വരുമ്പോൾ കല്യാണം കഴിക്കാൻ ചെന്ന് നിന്നു കൊടുക്കേണ്ടതാണ് എന്ന് ഗ്രീഷ്മ മനസ്സിൽ ഉറപ്പിച്ചു. അതിനുശേഷം ഗ്രീഷ്മ എന്ത് ചെയ്തു? ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഷാരോണിനെ വിളിച്ചു വരുത്തിയ ശേഷം ഷാരോൺ വിളിച്ചു വരുത്തുകയല്ല, വീട്ടിൽ വെച്ച് ഇൻ്റർനെറ്റിൽ പരതി നോക്കി എങ്ങനെയൊക്കെ പാരസെറ്റമോളും ഡോളോ ഗുളികയുമൊക്കെ ജ്യൂസിൽ മനുഷ്യ ശരീരത്തിനകത്ത് അമിത അളവിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും, എങ്ങനെ ഒരാൾ സ്ലോ പോയിസണിങ് അങ്ങനെ മരണത്തിലേക്ക് പോകുമെന്നൊക്കെ ഈ പെൺകുട്ടി ഗൂഗിൾ നോക്കിയും യൂട്യൂബ് നോക്കിയുമൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് 50ഓളം ഡോളോയും പാരസെറ്റമോൾ ഗുളികയെല്ലാം കൂടി 50 ഗുളികകളിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. വീട്ടിൽ വെച്ച് തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് ആ ലായിനി കുപ്പിയിലാക്കി ബാഗിൽ വെച്ച് ഷാരോണിൻ്റെ കോളേജിലെത്തുന്നു ഷാരോണിനെ കാണാൻ. എന്നിട്ട് ഷാരോണിൻ്റെ കോളേജിലെ ബാത്റൂമിൽ ശുചിമുറിയിൽ പോയി ഈ ലായിനി ഒരു ജ്യൂസിൽ കലക്കുന്നു. 2 ജ്യൂസുകൾ കരുതിയിരുന്നു, അതിനകത്ത് ഒരു ജ്യൂസ് ബോട്ടിലിൽ ഈ ലായിനി കലർത്തിയ ശേഷം ഷാരോണുമായി പുറത്തുപോയി നമുക്കൊരു ജ്യൂസ് ചലഞ്ചിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞ ഈ വിഷലായിനി കലർത്തിയ ജ്യൂസ് ഷാരോണിന് കുടിക്കാൻ കൊടുക്കുന്നു. ഷാരോൺ കുടിക്കുമ്പോൾ ഭയങ്കര കയ്പ്. അങ്ങനെ ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു. അങ്ങനെ തലനാഴിഴയ്ക്ക് ഷാരോണ് ആ മരണഘട്ടത്തിൽ നിന്ന്, ആദ്യത്തെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും ഇവൻ കരുതിയിരുന്നത് എന്താണ്? ഈ പെൺകുട്ടി പഴയ ജ്യൂസായിരിക്കാൻ എന്നത്, കടകളിൽ ഇരുന്ന് പഴകിയ ജ്യൂസാകാം, അത് കുടിച്ചപ്പോഴുള്ള കയ്പാകാമെന്ന് ഈ മണ്ടനായ ഷാരോൺ കാമുകൻ വിശ്വസിച്ചു. അതിനുശേഷവും ഷാരോൺ ഒഴിഞ്ഞു പോകുന്നില്ല. ഓഗസ്റ്റായി, സെപ്റ്റംബറായി, അടുത്തതാ വീണ്ടും വരുന്നു. സൈനികൻ ലീവിന് എത്തുമ്പോൾ കല്യാണം കഴിക്കണം, അങ്ങനെയുള്ള ആഗ്രഹത്തോടെ ഗ്രീഷ്മ കാത്തിരിക്കുകയാണ്. ഗ്രീഷ്മയുടെ വീട്ടുകാരും കാത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഷാരോണിനെ ഒഴിവാക്കുക.
വീണ്ടും ഗ്രീഷ്മ റിസർച്ച് ചെയ്തു മാസങ്ങളോളം. 10 മാസത്തെ റിസർച്ച് എന്നാണ് പറയുന്നത്. 10 മാസം എടുത്തു ഷാരോണിനെ വകവരുത്താൻ. അതായത് 2021 ഒക്ടോബറിൽ പ്രണയം ആരംഭിച്ച് 2022 ഒക്ടോബർ ആകുമ്പോൾ ഷാരോണിനെ വകവരുത്തുന്നു. മാർച്ച് മാസത്തിൽ സൈനികനുമായുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചതോടുകൂടി ഈ പ്ലാനിങ് തുടങ്ങി എന്ന് അർത്ഥം. ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഒക്ടോബർ 2024 ഒക്ടോബർ 14 ഷാരോണിനെ ഒക്ടോബർ 13 തന്നെ രാത്രി നിരന്തരം വിളിച്ചു. ഇതൊക്കെ പോലീസിന് കൃത്യം തെളിവ്, ഡിജിറ്റൽ തെളിവുകളുണ്ട് ഇതിനൊക്കെ. ഈ പെൺകുട്ടി 13-ാം തീയതി രാത്രി ഷാരോണിനെ വിളിച്ച് പ്രലോഭനത്തിൽ വിളിക്കുന്നു. നമുക്ക് ശാരീരികമായി ബന്ധപ്പെടാം, നാളെ വീട്ടിൽ ആരുമില്ല, നീ വരണം എന്ന് പറയുന്നു. അപ്പോൾ ഷാരോൺ കൂട്ടുകാരോട് പറഞ്ഞത് ഒരു റെക്കോർഡ് ബുക്ക് എടുക്കാൻ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു സുഹൃത്തിൻ്റെ ബൈക്കിൽ കയറി ഗ്രീഷ്മയുടെ വീട്ടിലെത്തുന്നത്. ഗ്രീഷ്മ അന്നേ ദിവസം രാവിലെ 7:30 യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുന്നു, കളനാശിനി എങ്ങനെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കും, കളനാശിനി എങ്ങനെ ഒരാളെ പതിയെ ഇല്ലായ്മ ചെയ്യും. കാരണം ഈ പെൺകുട്ടി കരുതുന്നത് ഒറ്റയടിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇത് കൊലപാതകമാണെന്ന് തെളിയും. ഇത് പതിയെ മരിക്കണം, സ്വാഭാവിക മരണം പോലെ തോന്നണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ. പാരസെറ്റമോൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലോ പതിയെ ആന്തരികാവയവങ്ങൾ തകർന്ന് മരിക്കും. അതുപോലെ കളനാശിനിയും അങ്ങനെ തന്നെ. അതിന് ഗ്രീഷ്മയെ സഹായിച്ചത് നിർമ്മലകുമാരൻ നായർ എന്ന അവരുടെ അമ്മാവനായ കർഷകനാണ്. അയാളുടെ കൃഷിക്ക് ആവശ്യമായി വാങ്ങിവെച്ചിരുന്ന കളനാശിനി ഈ പെൺകുട്ടിക്ക് കൈമാറുന്നു. ആ കളനാശിനിയെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ഒഡീഷയിലെത്തി ആ കളനാശിനി നിർമ്മിക്കുന്ന കമ്പനിയിലെത്തി അന്വേഷിച്ചപ്പോൾ പറയുന്നു അതിനകത്ത് 24% മാരക വിഷമാണ്. ഇത് ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും. ഇതിൻ്റെ അംശം ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. പോരാത്തതിന് ഷാരോണിന് വൃക്ക തകരാറിലായപ്പോൾ 3 തവണ ഡയാലിസിസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു പൊടി പോലും വിഷാംശമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതൊക്കെ കൃത്യം പ്ലാനിംഗ് ആണ് ഗ്രീഷ്മയുടെ. എന്നിട്ട് ഒഡീഷയിൽ നിന്നുള്ള തെളിവുകൾ ഒക്കെ പോലീസിന് ഇവിടെ ഗുണമായി. ഈ പെൺകുട്ടി ഈ കളനാശിനി കഷായത്തിൽ കലർത്തുന്നു. കഷായം വാങ്ങിയത് പ്രശാന്തിനി എന്ന് പറയുന്ന ഒരു ബന്ധുവായ ഫിസിയോതെറാപ്പിസ്റ്റാണ് കഷായം കൊടുത്തത് എന്നൊക്കെ ഗ്രീഷ്മ ആദ്യം പോലീസിനോട് പറഞ്ഞു നോക്കിയെങ്കിലും പ്രശാന്തിനിയും അതുപോലെ തന്നെ ആയുർവേദ മരുന്ന് കടക്കാരനും ഇങ്ങനൊരു മരുന്ന് ഇവിടെ വിറ്റിട്ടേ ഇല്ല, ആർക്കും കുറിപ്പടി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി ഗ്രീഷ്മയുടെ കള്ളം പൊളിയുന്നു. ഇത് വീട്ടിൽ വാങ്ങി വെച്ചിരുന്ന പൊടി, അമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരുന്ന കഷായപ്പൊടി വെള്ളത്തിൽ കലക്കി അതിനകത്താണ് ഈ കളനാശിനി ഈ പെൺകുട്ടി ക്രൂരത പെൺകുട്ടി എന്ന് പറയാൻ കഴിയില്ല, അത്രമാത്രം ക്രൂരമായ ബുദ്ധിയോടുകൂടി ഈ കളനാശിനി ഇതിൽ ഒഴിച്ച് മിക്സ് ചെയ്ത ശേഷമാണ് ഇത് അമ്മയും ഞാനുമൊക്കെ കുടിക്കുന്നതാണ്, ഇവിടെ വരുന്ന ഓട്ടോ ചേട്ടനുമൊക്കെ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ കഷായം കുടിപ്പിക്കുന്നത്. കഷായം കുടിച്ചപ്പോൾ തന്നെ ആകെ പ്രശ്നമായി, ഛർദ്ദിക്കാൻ തുടങ്ങി. ഷാരോണ് ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച ഉടനെ ഇവൾ അടുത്ത ഒരു ജ്യൂസ് ബോട്ടിലുമായി വന്നു, ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഷാരോണ് ഛർദ്ദിൽ തീരുന്നില്ല, ഈ പെൺകുട്ടിയെ പലതവണ വിളിക്കുമ്പോഴേക്കും പറയാം ചിലപ്പോൾ ആ ജ്യൂസിൻ്റെതായിരിക്കും, കഷായം ഞങ്ങളൊക്കെ കഴിക്കുന്നതല്ലേ, കഷായത്തിന് പ്രശ്നമൊന്നും വരില്ല, ഈ ജ്യൂസ് പഴകിയതായിരിക്കും, അതായിരിക്കും വായിൽ പൊള്ളലൊന്ന്, നീ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങും. ഇവൻ പോകുന്ന പോക്കിൽ തന്നെ പാറശാലയുള്ള ആശുപത്രിയിൽ കയറി മരുന്ന് വാങ്ങി. പിന്നെ ഈ വായിൽ പൊട്ടലൊക്കെ വന്നപ്പോൾ ഇവൻ അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവർ പരിശോധിക്കുമ്പോൾ കരളിനും വൃക്കയ്ക്കും ഒക്കെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നം. അതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലെത്തി തീവ്രപരിചരണ വിഭാഗത്തിലും അതുപോലെ തന്നെ ICUയിലൊക്കെ ആയിരുന്നു. 11 ദിവസത്തെ ചികിത്സയ്ക്കും ഈ ഷാരോണിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. മരണമൊഴി എടുക്കാൻ വന്ന മജിസ്ട്രേറ്റിനോട് ഷാരോൺ പറഞ്ഞു, ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി കഷായം കുടിച്ചതോടുകൂടിയാണ് എനിക്ക് ഈ വല്ലായ്മകൾ ഉണ്ടായത് എന്നാണ് മരണമൊഴി. അത് ഗ്രീഷ്മയെ സംശയിക്കുന്നില്ല അപ്പോഴും ഷാരോൺ അതിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്നും ഷാരോണിന് സംശയമില്ല. കഷായം കുടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇതിനൊന്നും ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതിന് തെളിവ് കണ്ടെത്തണം. പിന്നെ ഇവൾക്ക് എന്താണ് പ്രലോഭനമല്ല, ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവുമല്ലോ, കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ച ഘടകം, അത് കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ശ്രമിച്ചു. അങ്ങനെ സൈനികൻ്റെ കുടുംബത്തെ കണ്ടു, സൈനികൻ്റെ മൊഴിയെടുത്തു, സൈനികൻ്റെ കുടുംബത്തിൻ്റെ മൊഴിയെടുത്തു, നിശ്ചയത്തിൻ്റെ മുഴുവൻ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്തു. പെൺകുട്ടിയുടെ ജാതകം നോക്കി ജ്യോത്സ്യനെ കണ്ടു, ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി, ജാതകം കണ്ടെടുത്തു. പിന്നെ ഡിജിറ്റൽ തെളിവുകളാണ് ഏറ്റവും നിർണായകമായത്. ഈ പെൺകുട്ടി അതും അന്വേഷിച്ചു. ഈ മൊബൈലിൽ നിന്ന് റിട്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന്, ഈ ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളൊക്കെ റിട്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് പരിശോധിച്ചു. ഈ മൊബൈൽ അതായത് ഷീമോൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് ഷാരോണിൻ്റെ ബ്രദർ ഷീമോൻ്റെ കയ്യിൽ ഷാരോൺ ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് ഈ ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും വോയിസ് മെസ്സേജുകളും ശ്രദ്ധയിൽപ്പെട്ടത്. അതിനകത്താണ് ഈ കഷായത്തിൻ്റെ വിവരവും അതുപോലെ നീ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നതും ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല പറയുന്നതും. അങ്ങനെയുള്ള ഈ പെൺകുട്ടിയുടെ കുറ്റസമ്മതത്തിൽ ഏറെക്കുറെ ഭാഗം അതിനകത്താണ് ഉള്ളത്. ഏകദേശം 142 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലാണ്, അത് 2024 ഒക്ടോബറിലാണ് കേസിൻ്റെ വിചാരണ തുടങ്ങിയത്. വിചാരണ നെയ്യാറ്റിൻകര അഡീഷണൽ
സെഷൻസ് കോർട്ടിലാണ് നടന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചത്. നിർമ്മലകുമാരൻ നായർക്ക് ഈ തെളിവ് നശിപ്പിക്കൽ കുറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജാമ്യം ലഭിക്കാവുന്നതായതുകൊണ്ട് നിർമ്മലകുമാരൻ നായരെ ജാമ്യത്തിൽ കോടതി വിട്ടയക്കുകയും ചെയ്തു. ഇപ്പോൾ 142 സാക്ഷിമൊഴികളുണ്ട്. അതുപോലെ തന്നെ 175 രേഖകൾ ഒഡീഷയിൽ നിന്ന് ആ കമ്പനിയുടെ അധികൃതർ നൽകിയ മൊഴി, അതുപോലെ ഈ സ്റ്റിക്കർ, പിന്നെ ചാറ്റുകൾ, അങ്ങനെ പിന്നെ 155 തൊണ്ടിമുതലുകൾ, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ ഇത് വാദിച്ചത്. കോടതിയിൽ തെളിവുകൾ നിരത്തി വാദിച്ചത്. തെളിവുകൾ വാദമുഖത്ത് തെളിവുകളും സാക്ഷിമൊഴികളും രേഖകളും ഒക്കെ ക്ലിയറായി വന്നപ്പോൾ, കൃത്യമായി വന്നപ്പോഴാണ് കോടതി പ്രതിക്ക് തക്കതായ ശിക്ഷയും വിധിച്ചത്.